ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം وأنا التواب الرحيم. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. السلام عليكم ورحمة الله. സൂറ അൽ-ബഖറയിലെ 158 മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ സബറിനെ സംബന്ധിച്ചാണ് അള്ളാഹു വിശദീകരിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന മഹത്തായ പ്രതിഫലത്തെ സംബന്ധിച്ച് തുടർന്നുകൊണ്ട് അള്ളാഹു ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ആര് ഈ വിശുദ്ധ ഗേഹത്തിൽ വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുവോ, അവ്യത്തമറ അല്ലെങ്കിൽ ഉംറ കർമ്മം നിർവഹിക്കുന്നുവോ, ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ഈ സഫയെയും മർവയെയും പ്രദക്ഷിണം ചെയ്യുന്നതിൽ അവർക്ക് തെറ്റില്ല. വമൻ തതവ്വ ഖൈറ. ഇനി ആരെങ്കിലും കൂടുതൽ നന്മകൾ ഐച്ഛികമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ നന്ദി കാണിക്കുന്നവനും അറിവുള്ളവനുമാകുന്നു. ഈ വചനം അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. മുഫസ്സിറുകളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ സഫയിലും മർവയിലും അവർ ബിംബങ്ങൾ സ്ഥാപിച്ചിരുന്നു മുശ്രിക്കുകൾ. സഫയിലൊരു ബിംബവും മർവയിലും ഒരു ബിംബവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പല പേരുകളും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇവിടെ ബിംബങ്ങളുണ്ടായി. ആ ബിംബങ്ങളെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടായിരുന്നു അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരുന്നത്.
അതുകൊണ്ട് ആ കാലത്ത് മദീനയിൽ നിന്ന് വന്നിരുന്ന ആളുകൾ ഈ സഫയിലും മർവയിലും അവർ പോയില്ല. കാരണം അവർ മക്കക്കാർ വെച്ച ബിംബങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ മനാത്ത എന്ന് പറയുന്ന ബിംബത്തെയായിരുന്നു മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നിരുന്ന ആളുകൾ അവർ പ്രദക്ഷിണം ചെയ്തിരുന്നത്. മനാത്തയുടെ പിന്നെ ഹജ്ജ് കഅബ തവാഫ് ചെയ്ത് അവരങ്ങനെ തിരിച്ചു പോകും. അങ്ങനെയാണ് ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പുള്ള കാലത്ത് മദീനക്കാർ ചെയ്തിരുന്നത്. മാത്രമല്ല സഹാബികൾക്കിടയിൽ പൊതുവെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവിടെ ബിംബങ്ങൾ വെച്ച സ്ഥലമാണല്ലോ, അപ്പം നമ്മളവിടെ പോയി പ്രദക്ഷിണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിലെല്ലാം കൂടി അള്ളാഹു ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊണ്ടാണ് ഈ വചനം അവതരിപ്പിക്കുന്നത്. തീർച്ചയായും സഫയും മർവയും അള്ളാൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അവർ ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിംബങ്ങളൊക്കെ ശുദ്ധീകരിച്ച് മക്ക വിജയത്തോടു കൂടി ആ ബിംബങ്ങളൊക്കെ അവിടുന്ന് എടുത്തു മാറ്റി. എന്നാൽ സഫയും മർവയും അള്ളാൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. മഹദിയായ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും അലൈഹിസ്സലാത്തു വസ്സലാം, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയാണ് അവരെ പാർപ്പിച്ച് പോയത്. സൂറത്ത് ഇബ്രാഹിമിൽ അവരെ അവിടെ പാർപ്പിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ഹൃദ്യമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആരാരുമില്ലാത്ത ഈ താഴ്വരയിലാണ് ഞാൻ എൻ്റെ ഈ സന്തതിയെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ ഈ കുഞ്ഞിന് വെള്ളം കിട്ടാതെ ദാഹിച്ച് അട്ടഹസിച്ചപ്പോൾ ഉമ്മയായ ഹാജറ ഈ രണ്ട് കുന്നുകൾക്കിടയിലും ഓടി സഫയുടെ മുമ്പിൽ കയറി നിൽക്കും. ആരെങ്കിലും വെള്ളത്തിന് വരുന്നുണ്ടോ, വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ മറവയിൽ കയറി നോക്കും, ആരെങ്കിലും യാത്രക്കാരുണ്ടോ അവരോട് വെള്ളം ആവശ്യപ്പെടാൻ വേണ്ടി. പക്ഷെ ആരും കണ്ടില്ല. അവസാനമാണ് മലക്ക് വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടെ ചിറകിട്ടടിച്ച് ഇപ്പോൾ സംസം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയൊരു നീരുറവ ഉയരുന്നത്. അതിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളം കൊടുക്കുന്നത്. അതൊരു വലിയ അത്ഭുതമായി ഇന്ന് വരെ ആ ഉറവ വറ്റാതെ ലക്ഷക്കണക്കായ ആളുകൾ ഇപ്പോഴും ആ സംസമിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ആ സഫയും മർവയും അള്ളാഹിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെ ഉമ്മയായ ഹാജറ ബീവിയുടെയും ഒക്കെ ചരിത്ര സ്മരണകളായവർ കപ്പെടുന്ന സ്ഥലമാണത്. അത് അള്ളാഹിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉംറകർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ അവിടെ പ്രദക്ഷിണ ചെയ്യുന്നത് തെറ്റായൊരു കാര്യമൊന്നുമല്ല. അത് പുണ്യകർമ്മമാണെന്ന് മാത്രമല്ല, അത് ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഉംറകർമ്മം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുപോലെ ഇനി കൂടുതൽ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉംറ കർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ അതുപോലുള്ള സുഹൃതങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, തീർച്ചയായും നാം അവതരിപ്പിച്ചതിൽ നിന്ന് മിനൽ ബയ്യിനാത്തി തെളിവുകളിൽ നിന്ന് വൽ ഹുദാ മാർഗദർശനം മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് നാം വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ആരെങ്കിലും ഈ സത്യത്തെ മൂടിവെക്കുന്നുവെങ്കിൽ ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. യൽഅനുഹു ലാഇനൂൻ, ആരൊക്കെ ശപിക്കുന്നു അവർക്കൊക്കെ അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും അത് ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹിൻ്റെ ശാപമുണ്ടെന്നാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെയും അള്ളാഹിൻ്റെ സൃഷ്ടികളായ എല്ലാവരുടെയും ശാപവനുണ്ട്. ഇതിനേറെ മാളങ്ങളിലുള്ള ഉറുമ്പുകളുടെ വരെ ശാപം വനുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലല്ലദീന താബു വസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വബയ്യനു, പിന്നീട് ആ സത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ
സത്യം മനസ്സിലായിട്ട്, അത് സത്യമാണെന്ന് മനസ്സിലായിട്ട് അത് അങ്ങനെ ഞാൻ ഈ സത്യം മറച്ചു വെച്ചത് തെറ്റായി പോയല്ലോ എന്ന് പശ്ചാത്തപിച്ച് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ സത്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകൾ. ഉലൈക അത്തൂബു അലൈഹിം, അവർക്ക് നാം പശ്ചാത്താപം നൽകുന്നതാണ്. വനത്തവ്വാബുർ റഹീം, തീർച്ചയായും അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയും എത്രയല്ലോ. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, തീർച്ചയായും അവിശ്വസിക്കുകയും വമാതു വഹും കുഫാർ, അവിശ്വാസികളായി മരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്, വൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളുടെയും, വന്നാസി അജ്മഈൻ, ജനങ്ങളുടെ മുഴുവനും ശാപമുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരാൾ അവിശ്വാസിയാണ് എന്നതുകൊണ്ട് മാത്രം അയാളെ ശപിക്കാൻ നമുക്ക് പാടില്ല. കാരണം ഏത് നിമിഷത്തിലും അയാൾ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് തന്നെ അറിയാം, ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി നിരന്തരമായി പഠനങ്ങൾ നടത്തുകയും ഗ്രന്ഥം രചിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾ വരെ പിന്നീട് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, ഖുർആനിൻ്റെ പ്രഭയിലേക്ക് കടന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരാളും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അവിശ്വാസിയാണ് എന്നതുകൊണ്ട് അയാളെ ശപിക്കാൻ നമുക്ക് പാടില്ല. ഒരിക്കലും അയാൾ നേരാവില്ല എന്നും പറയാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഒരാൾ ചിലപ്പോൾ രാവിലെ വിശ്വാസിയായിരിക്കും, വൈകുന്നേരം അവിശ്വാസിയായി. ഇപ്പോൾ നല്ല തഖ്വയുള്ള വിശ്വാസിയാണെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ചിലപ്പോൾ അയാൾ മരിച്ചു പോകുന്നത് ചിലപ്പോൾ അവിശ്വാസത്തോടെ ആയിരിക്കും, വിശ്വാസമില്ലാതെ കൊണ്ടായിരിക്കും. അതേപോലെ നേരെ തിരിച്ചും ഉണ്ടാവും. ഇപ്പം നമ്മൾ നിഷേധിയായി കാണുന്ന, ധിക്കാരിയായി കാണുന്ന, ഇസ്ലാമിനൊക്കെ വളരെ മെച്ചമായി കാണുന്ന ആളുകൾ പിന്നീട് ആ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം പറയുന്നത്, അവിശ്വസിക്കുകയും അവിശ്വാസികളായി മരണപ്പെടുകയും ചെയ്യുന്നവർ എന്ന് പറയുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, മലായികത്തി, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപമുണ്ട്, ഈ ജനങ്ങളുടെ മുഴുവനും ശാപമുണ്ട്. ഒരാളെയും അങ്ങനെ നമുക്ക് ശപിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ നിഷേധികളെ മൊത്തത്തിലാണ് അവർക്ക് അള്ളാഹിൻ്റെ ശാപമുണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരാളെ പേരെടുത്ത് വച്ച് അബൂലഹബിൻ്റെത് ഒഴിച്ച് വേറെ ആരെയും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ശപിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെ നമുക്ക് അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ശപിക്കാനുള്ള അധികാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻദറൂൻ, അങ്ങനെ അവിശ്വാസികളായി മരണപ്പെടുന്ന ആളുകൾ, ധിക്കാരികളായി മരണപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹിൻ്റെ ശാപമുണ്ട്, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നൊരു ഇളവ് നൽകുകയില്ല, അവർക്ക് ഇടകൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത്. വഇലാഹുക്കും ഇലാഹു വാഹിദ്, എന്നിട്ട് പ്രവാചകന്മാർ മുഴുവനും ലോകത്തെ പഠിപ്പിച്ചൊരാദർശം വീണ്ടും അള്ളാഹു ആവർത്തിക്കുന്നു, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനാണ്, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, അവൻ പരമകാരുണ്യവാനും കരുണാവാരിധിയുമാണ്. ആ കാരുണ്യവാനും കരുണാവാരിധിയുമായ ഏകനായ അള്ളാഹുവാണ് നമ്മുടെ എല്ലാം സത്താവ്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന പ്രവാചകന്മാർ അഖിലവും പറഞ്ഞ ആ സത്യം പറഞ്ഞുകൊണ്ട്, ആ സത്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ആ രൂപത്തിൽ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ തൗഹീദിൻ്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇവിടെ പറയുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ